കോട്ടയം SME കോളേജിൽ നിന്നും കാണാതായ വിദ്യാർത്ഥിയുടെ മൃതദേഹം കണ്ടെത്തി. ഇന്നലെ അർദ്ധരാത്രി മുതലാണ് വിദ്യാർത്ഥിയെ കാണാതായത്. ഇന്നലെ രാത്രിയിൽ ഹോസ്റ്റലിൽ നിന്നും ഇറങ്ങിപ്പോയി പുഴയിൽ ചാടിയതായി സംശയം. രാത്രിയിൽ ഇറങ്ങിപ്പോകുന്ന CCTV ദൃശ്യങ്ങൾ കൈരളി ന്യൂസിന് ലഭിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി സനോജ് ചേരുന്നുണ്ട്. സനോജ്, ഒരു ആത്മഹത്യയാണ് എന്ന് അനുമാനിക്കാമോ? ആ ഒരു കാര്യത്തിലേക്കാണ് പോലീസിൻ്റെ അന്വേഷണം ചേർന്നിട്ടുള്ളത് എന്നതാണ് നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. ഇന്നലെയും കഴിഞ്ഞ ദിവസങ്ങളിലുമൊക്കെയായി ഈ വിദ്യാർത്ഥി മരണപ്പെട്ട വിദ്യാർത്ഥി തിരുവനന്തപുരം സ്വദേശിയാണ്. 18 വയസ്സുള്ള വിദ്യാർത്ഥിയാണ്. ഈ വിദ്യാർത്ഥി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പരീക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാർക്ക് കുറവുണ്ടായിരുന്നു. അതിൻ്റെ പേരിൽ മാനസിക വിഷമത്തിലായിരുന്നു. ഒപ്പം തന്നെ സഹപാഠികളായിട്ടുള്ള വിദ്യാർത്ഥികൾ ആശ്വസിപ്പിക്കുകയും ഇന്നലെ ഒരുമിച്ചിരുന്ന് വർത്തമാനം പറഞ്ഞതിന് ശേഷമാണ് ഹോസ്റ്റൽ മുറിയിലേക്ക് താമസിക്കാൻ വേണ്ടി പോയത്. എന്നാൽ അർദ്ധരാത്രിയിൽ എല്ലാവരും ഉറങ്ങിയതിനു ശേഷം ഈ വിദ്യാർത്ഥി പുറത്തിറങ്ങുകയായിരുന്നു. പുറത്തിറങ്ങിയതിന് ശേഷം ഇറങ്ങിപ്പോയി. പിന്നെ വിദ്യാർത്ഥിയെ നേരം പുലർന്നപ്പോൾ കാണാൻ കഴിയാതെ വന്നു. ഉടൻ തന്നെ ഹോസ്റ്റലിലുണ്ടായിരുന്ന ആളുകളും മറ്റ് വിദ്യാർത്ഥികളുമൊക്കെ പോലീസിൽ അറിയിച്ചു. പോലീസിൽ അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം നടത്തുമ്പോഴാണ് കോട്ടയം കുടമാളൂർ മെഡിക്കൽ കോളേജ് റൂട്ടിലുള്ള, അതായത് പനമ്പാലം എന്ന ഒരു പ്രദേശത്തെ കടയിൽ സ്ഥാപിച്ചിരുന്ന CCTVയിൽ ഈ വിദ്യാർത്ഥി നടന്നു പോകുന്നതിൻ്റെ CCTV ദൃശ്യങ്ങൾ പതിഞ്ഞത്. ആ CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ആ ദൃശ്യങ്ങളിൽ വിദ്യാർത്ഥി റോഡിലൂടെ നടന്നു പോകുന്നത് വ്യക്തമായി കാണുവാൻ കഴിയുന്നുണ്ട്. അതിനുശേഷം ഈ പാലം, അതായത് കുടമാളൂർ പുഴയ്ക്ക് സമീപമുള്ള കുടമാളൂർ പാലം കടന്നു പോകുമ്പോൾ അടുത്ത സ്ഥലമെന്ന് പറയപ്പെടുന്നത് തൊട്ടടുത്തൊരു പെട്രോൾ പമ്പാണ്. ആ പെട്രോൾ പമ്പിൻ്റെ CCTVയിൽ ഈ വിദ്യാർത്ഥിയുടെ ദൃശ്യം കാണാതെ വരികയും ചെയ്യുന്നു. അതായത് തൊട്ട് സമീപത്തുള്ള ഒരു കടയിൽ വിദ്യാർത്ഥിയുടെ ദൃശ്യങ്ങൾ കാണുകയും അതിന് തൊട്ട് മുമ്പിലായുള്ള ഈ പെട്രോൾ പമ്പിലെ ക്യാമറയിൽ CCTVയിൽ ഈ വിദ്യാർത്ഥിയുടെ ദൃശ്യങ്ങൾ കാണാതെ വരികയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഫയർഫോഴ്സിനെ വിവരം അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഫയർഫോഴ്സ് ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് ഈ കുടമാളൂർ പുഴയിൽ വ്യാപകമായ തെരച്ചിൽ നടത്തിയത്. സ്കൂബ ഡൈവിൻ്റെ നേതൃത്വത്തിലായിരുന്നു മുങ്ങിയുള്ള പരിശോധന. ഈ പരിശോധനയിലാണ് വൈകുന്നേരത്തോടുകൂടി ഈ കാണാതായ വിദ്യാർത്ഥിയുടെ മൃതദേഹം കണ്ടെത്തുന്ന സാഹചര്യമുണ്ടായത്. ഈ പരീക്ഷയിൽ മാർക്ക് കുറയുമോ എന്ന ഭയത്താൽ, 1ാം വർഷ വിദ്യാർത്ഥിയാണ്, ആ വിദ്യാർത്ഥിക്ക് ഇനി അല്പം മാർക്ക് കുറഞ്ഞെങ്കിൽ പോലും പഠിച്ചെടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ആ ഒരു മാനസിക സമ്മർദ്ദം താങ്ങാൻ കഴിയാതെ വന്നതുകൊണ്ടായിരിക്കണം ഈ വിദ്യാർത്ഥി രാത്രിയിൽ ഹോസ്റ്റലിൽ നിന്നും ഇറങ്ങിപ്പോയി ഈ പാലത്തിൻ്റെ മുകളിൽ നിന്നും പുഴയിലേക്ക് എടുത്തു ചാടി എന്നുള്ളതാണ് പോലീസിൻ്റെ നിഗമനം. ഈ പ്രദേശത്ത് പുഴയ്ക്ക് വലിയ ആഴമുണ്ട്, വലിയ ഒഴുക്കുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ അതിശക്തമായ മഴയുണ്ടായിരുന്നു. രാവിലെയും മഴ പെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ പതിവിലും വിപരീതമായി പുഴയിൽ അല്പം ജലനിരപ്പ് ഉയർന്നിരുന്നു. അതുകൊണ്ട് തന്നെ നീന്തലറിയാത്ത വിദ്യാർത്ഥി പുഴയിൽ ചാടിയപ്പോൾ സ്വാഭാവികമായും മുങ്ങി മരണപ്പെടുകയായിരുന്നു എന്നുള്ളതാണ് പോലീസിൻ്റെ നിഗമനം. ബന്ധുമിത്രാദികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ വിദ്യാർത്ഥിയെ കാണാതായി എന്ന വിവരം അറിഞ്ഞ് ഉച്ചയോടുകൂടി കോട്ടയത്ത് എത്തിയിരുന്നു. അവരുടെയൊക്കെ നേതൃത്വത്തിലാണ് വിദ്യാർത്ഥികൾ ഒന്നടങ്കമാണ് വ്യാപകമായ രീതിയിൽ പരിശോധന നടത്തിയത്. മടങ്ങി വരുമെന്നുള്ള ഒരു പ്രതീക്ഷയിലായിരുന്നു. അതിനിടയിലാണ് ഇത്തരത്തിൽ ദൗർഭാഗ്യകരമായി ഈ മൃതദേഹം ഈ പുഴയിൽ നിന്നും കണ്ടെത്തുന്ന സാഹചര്യമുണ്ടായത്. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് വേണ്ടി ഇപ്പോൾ മൃതദേഹം കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ശരി സനോജ്, ഇപ്പോൾ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മാറ്റിയിട്ടുണ്ട്. വിവരങ്ങളാണ് സനോജ് നൽകിയത്.